നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിന്. അതൊരു സമവായ സാധ്യത മുന്നോട്ടിടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യാക്കോബായ സഭാ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് എഫ്രേം ദ്വിതീയൻ പത്രിയാർക്കീസ് ബാവയ്ക്ക് ദില്ലിയിലെ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് പ്രധാനമന്ത്രി സമവായത്തിന് ശ്രമിക്കാമെന്ന് ഉറപ്പു നൽകിയത്. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ബിജെപിയുടെ പരമാവധി ഇടപെടലുണ്ടാകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും വ്യക്തമാക്കി. 2020 നേതാവ് സാബു എം ജേക്കബിനും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനും ഒപ്പമെത്തിയാണ് യാക്കോബായ സഭ ശ്രേഷ്ഠ കാത്തോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ചർച്ചകൾ നീണ്ടത് 2.5 മണിക്കൂർ. പ്രധാന വിഷയം യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം. ഒപ്പം നിരവധി വിഷയങ്ങളും. സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് സഭാ തർക്കമുള്ളത്. എന്നിരുന്നാലും സഭകൾ തമ്മിലുള്ള ഐക്യം പ്രധാനമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. കോടതിക്ക് പുറത്ത് തർക്കപരിഹാരമുണ്ടാകണം. വിഘടിച്ചു നിൽക്കുന്ന സഭകൾ ഒന്നിക്കണം. ഇതായിരുന്നു മോദി പാത്രിയാർക്കീസ് ബാവയ്ക്ക് മുൻപാകെ വെച്ച ആവശ്യം. ഇടപെടലുകൾ നടത്താമെന്ന് ഉറപ്പു നൽകി ബാവ. സഭാ ഐക്യത്തെ സഭ എല്ലാ കാലവും സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും ബാവ അറിയിച്ചു. സുതാര്യമായ ചർച്ചയാണ് നടന്നതെന്നും സമവായത്തിനായി ബിജെപി കൂടെ ഉണ്ടാകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഒരുമിച്ച് മുമ്പോട്ട് പോകണം. കോർട്ടല്ല ശരിക്കും തീരുമാനിക്കുന്നത്. എല്ലാവരും ഇരുന്ന് അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു മാർഗം എന്നാണ് പ്രൈം മിനിസ്റ്റർ ഒരു അഡ്വൈസ് കൊടുത്തിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളിലെ പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി കേന്ദ്ര ഇടപെടൽ വേണമെന്നും യാക്കോബായ സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. റിപ്പോർട്ടർ, ദില്ലി.